2 ദിനവൃത്താന്തം അധ്യായം 1. ദാവീദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവന് പ്രതാപം നൽകി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു. അതിനുശേഷം അവൻ ജനത്തോടുകൂടെ ഗിബെയോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി. കർത്താവിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിൻ്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു. ദൈവത്തിൻ്റെ പേടകം ദാവീദ് കിര്യാഥയയാറിമിൽ നിന്ന് ജെറൂസലമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലേൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബെയോനിലെ സമാഗമ കൂടാരത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു. സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലികൾ അർപ്പിച്ചു. ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളുക. സോളമൻ പ്രതിവചിച്ചു, എൻ്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു. എന്നെ അവൻ്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവേ, എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും? ദൈവം സോളമന് ഉത്തരമരുളി, കൊള്ളാം, സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുനിഗ്രഹമോ ദീർഘായുസ് പോലുമോ നീ ചോദിച്ചില്ല. ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എൻ്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. സോളമൻ ഗിബെയോനിലെ ആരാധനാ സ്ഥലത്തെ സമാഗമ കൂടാരത്തെങ്കിൽ നിന്ന് ജെറുസലമിലേക്ക് തിരികെ പോയി. അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു. സോളമൻ 1400 രഥങ്ങളും 12000 പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു. അവരെ തൻ്റെ ആസ്ഥാനമായ ജെറൂസലമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി. സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തിപോലെയും സുലഭമായിരുന്നു. രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും ആണ് ഇറക്കുമതി ചെയ്തിരുന്നത്. കുവയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി. രഥമൊന്നിന് 600 ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് 450 ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില. ഇതുപോലെ അവർ ഹിത്തി രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു. 2 ദിനവൃത്താന്തം അധ്യായം 2. കർത്താവിൻ്റെ നാമത്തിന് ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു. 70,000 ചുമട്ടുകാരെയും 80,000 കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ 3600 പേരെയും സോളമൻ നിയമിച്ചു. ടൈർ രാജാവായ ഹീരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു. എൻ്റെ പിതാവായ ദാവീദ് രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത്. അതുപോലെ എനിക്കും തരിക. സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യാപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിന് എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാബത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിൻ്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ്.
ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ്. അതിനാൽ മഹത്തായ ഒരാലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിനോ സ്വർഗാധിസ്വർഗത്തിനു പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ്? അതിനാൽ സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമ്രം, കടും ചുമപ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥരായ ഒരാളെ അയച്ചു തരിക. യൂദായിലും ജെറൂസലമിലും നിന്ന് എൻ്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരോടുകൂടെ അവനും ചേരട്ടെ. അതിനാൽ ലബനോനിലെ ദേവദാരുവും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക. നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണെന്ന് എനിക്കറിയാം. എൻ്റെ ജോലിക്കാരെയും അവരോടുകൂടെ നിർത്താം. ബൃഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത്. അതിന് വളരെയധികം തടി ആവശ്യമുണ്ട്. നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് 20,000 കോർ ഉമികളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും 20,000 ബത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം. ടൈർ രാജാവായ ഹീറാം സോളമന് മറുപടി അയച്ചു, കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങയെ അവർക്ക് രാജാവായി നിയമിച്ചത്. കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായൊരു മകനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ടയക്കുന്നു. അവൻ്റെ അമ്മ ദാൻ ഗോത്രജയും പിതാവ് ടൈർ ദേശക്കാരനുമാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, കല്ല്, തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമ്രം, കടും ചുമപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ്. അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവീദിൻ്റെയും കരകൗശലപ്പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ചെയ്യാൻ അവൻ നിപുണനുമാണ്. അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും ഭൃത്യന്മാർ വഴി കൊടുത്തയക്കുക. ആവശ്യമുള്ളത്ര തടി ലബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം. അത് ചെങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിൽ എത്തിക്കാം. അവിടെ നിന്ന് ജെറൂസലമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ. പിന്നീട് പിതാവായ ദാവീദിനെ പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു. അവർ 1,53,600 പേർ ഉണ്ടായിരുന്നു. അതിൽ 70,000 പേരെ ചുമട്ടുകാരും 80,000 പേരെ കല്ലുവെട്ടുകാരും 3,600 പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു. രണ്ട് ദിനവൃത്താന്തം അധ്യായം 3. ജെറൂസലമിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബൂസിനായ ഒർണാന്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത്. ഭരണത്തിൻ്റെ 4-ാം വർഷം 2-ാം മാസം സോളമൻ പണി തുടങ്ങി. ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവും ആയിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിൻ്റെ വീതിക്കൊത്ത് 20 മുഴം നീളവും ഉണ്ടായിരുന്നു. ഉയരം 120 മുഴവും. അതിൻ്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു. അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു. പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു. ആലയം രത്നം കൊണ്ടും പാർവയുമിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു. തുലാങ്ങൾ, വാതിൽപ്പടികൾ, ഭിത്തി, കതകുകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചൂരന്മേൽ കെരൂബുകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു.
ശ്രീകോവിലും പണിതു. അതിൻ്റെ നീളവും വീതിയും ആലയത്തിൻ്റെ വീതിക്കൊത്ത് 20 മുഴം വീതമായിരുന്നു. 600 താലന്ത് തനിത്തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. അതിൻ്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു. ഓരോന്നിനും 50 ഷെക്കൽ തൂക്കം വരും. മാളിക മുറികളും പൊന്ന് പതിച്ചവയായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ ആവരണം ചെയ്തു. 2 കെരൂബുകളുടെ ചിറകുകൾക്ക് മൊത്തം 20 മുഴം നീളമുണ്ടായിരുന്നു. ഓരോ ചിറകിനും 5 മുഴം നീളം. മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്ന് തൊട്ടും 2 അറ്റത്തുമുള്ളവ ആലയത്തിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിന്നിരുന്നു. ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂബുകൾ നിലകൊണ്ടത്. നീലം, ധൂമ്രം, കടും ചമപ്പ് നൂലുകൾ, നേർത്ത ചണം ഇവയുപയോഗിച്ച് കെരൂബുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശ്ശീലയും നെയ്തുണ്ടാക്കി. ആലയത്തിനു മുൻപിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ പണിതു. അവയ്ക്കു മുകളിൽ 5 മുഴം വീതമുള്ള പോതികകളും ഉണ്ടാക്കി വച്ചു. സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു. 100 മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു. ദേവാലയത്തിനു മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിന് യാഖീലെന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേര് നൽകി. രണ്ട് ദിനവൃത്താന്തം അധ്യായം 4. സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു. അതിൻ്റെ നീളം 20 മുഴം, വീതി 20 മുഴം, ഉയരം 10 മുഴം. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി. അതിൻ്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. അതിൻ്റെ വക്കിന് താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ കൊത്തിയിട്ടുണ്ടായിരുന്നു. കായ്കൾ 2 നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു. കാളകൾ 3 വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു. അതിന് ഒരു കൈപ്പത്തി ഘനം. അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റേതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു. വട്ടത്തിലുള്ള 10 ക്ഷാളനപാത്രങ്ങളുണ്ടാക്കി 5 തെക്കുവശത്തും 5 വടക്കുവശത്തും വച്ചു. ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു. പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി. നിർദ്ദേശമനുസരിച്ച് 10 പൊൻവിളക്കുകാലുകൾ നിർമ്മിച്ച് 5 വീതം ആലയത്തിൽ തെക്കും വടക്കുമായി വെച്ചു. തെക്കും വടക്കും 5 വീതം 10 പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു. 100 സ്വർണ്ണത്താലങ്ങളും ഉണ്ടാക്കി വെച്ചു. പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞു. ആലയത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു. കലങ്ങൾ, കോരികകൾ, തളികകൾ ഇവയും ഉണ്ടാക്കി. അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികകൾ, പോതികകളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ, സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും 2 നിര വീതം 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങളും 10 ക്ഷാളനപാത്രങ്ങളും, ജലസംഭരണിയും അതിനെ വഹിക്കുന്ന 12 കാളകളും, കലങ്ങൾ, കോരികകൾ, മുൾക്കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ച്
ഹൂരാമബി സോളമന് നൽകി. ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരേദായിക്കും മധ്യേയുള്ള കളിമൺ കളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു. സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടിവന്ന ഓടിൻ്റെ ആകത്തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു. സ്വർണബലിപീഠം, തിരുസാന്നിധ്യ അപ്പം വയ്ക്കാനുള്ള മേശ, നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ, വിളക്കുകാലുകൾ, തങ്കം കൊണ്ടുള്ള പൂക്കൾ, വിളക്കുകൾ, ചവണകൾ, തിരിക്കത്രികകൾ, ക്ഷാളനപാത്രങ്ങൾ, ധൂപകലശങ്ങൾ, തീക്കോരികകൾ ഇവയും ഉണ്ടാക്കി. ശ്രീകോവിലിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ പാദകുടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു. രണ്ട് ദിനവൃത്താന്തം അധ്യായം 5. ദേവാലയത്തിന്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തന്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിന്റെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലമിലേക്ക് വിളിപ്പിച്ചു. 7-ാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിന്റെ മുൻപിൽ സമ്മേളിച്ചു. ഇസ്രായേൽ നേതാക്കളെല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകം എടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് പേടകവും സമാഗമകൂടാരവും അതിലെ സകല വിശുദ്ധോപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിനു മുമ്പിൽ അസംഖ്യം ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു. അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു. കെരൂബുകൾ പേടകത്തിന് മുകളിൽ ചിറകു വിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടിയിരുന്നു. തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിന് മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു. എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. ഇന്നും അവ അവിടെയുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹോറബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച് 2 കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യേ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യദുഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്ക് വശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്ന് നിറഞ്ഞു. ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല. The second book of Chronicles, chapter 1. Solomon, son of David, strengthened his hold on the kingdom, for the Lord his God was with him, constantly making him more renowned. He sent a summons to all Israel, to the commanders of thousands and of hundreds, the judges, the princes of all Israel, and the family heads, and accompanied by the whole assembly, he went to the high place at Gibeon,
because the meeting tent of God made in the desert by Moses, the Lord's servant, was there. The ark of God, however, David had brought up from Kiriath-Jearim to Jerusalem, where he had provided a place and pitched a tent for it. The bronze altar made by Bezalel, son of Uri, son of Hur, he put in front of the Lord's dwelling on the high place. There Solomon and the assembly consulted the Lord, and Solomon offered sacrifice in the Lord's presence on the bronze altar at the meeting tent. He offered 1,000 holocausts upon it. That night God appeared to Solomon and said to him, "Make a request of me, and I will grant it to you." Solomon answered God, "You have shown great favor to my father David, and you have allowed me to succeed him as king. Now, Lord God, may your promise to my father David be fulfilled, for you have made me king over a people as numerous as the dust of the earth. Give me, therefore, wisdom and knowledge to lead this people, for otherwise who could rule this great people of yours?" God then replied to Solomon, "Since this has been your wish, and you have not asked for riches, treasures, and glory, nor for the life of those who hate you, nor even for a long life for yourself, but have asked for wisdom and knowledge in order to rule my people, over whom I have made you king, wisdom and knowledge are given you, but I will also give you riches, treasures, and glory, such as kings before you never had, nor will those have them who come after you." Solomon returned to Jerusalem from the high place at Gibeon, from the meeting tent, and became king over Israel. He gathered together chariots and drivers, so that he had 1,400 chariots, and 12,000 drivers he could station in the chariot cities, and with the king in Jerusalem. The king made silver and gold as common in Jerusalem as stones, while cedars became as numerous as the sycamores of the foothills. Solomon also imported horses from Egypt and Cilicia. The king's agents would acquire them by purchase from Cilicia, and would then bring up chariots from Egypt and export them at 600 silver shekels, with the horses going for 150 shekels. At these rates they served as middlemen for all the Hittite and Aramean kings. Solomon gave orders for the building of a house to honor the Lord, and also of a house for his own royal estate. Chapter 2. He conscripted 70,000 men to carry stone, and 80,000 to cut the stone in the mountains, and over these he placed 3,600 overseers. Moreover, Solomon sent this message to Huram, king of Tyre: "As you dealt with my father David, sending him cedars to build a house for his dwelling, so deal with me. I intend to build a house for the honor of the Lord my God, and to consecrate it to him, for the burning of fragrant incense in his presence, for the perpetual display of the showbread, for holocausts morning and evening, and for the Sabbaths, new moons, and festivals of the Lord our God. Such is Israel's perpetual obligation. And the house I intend to build must be large, for our God is greater than all other gods. Yet who is really able to build him a house, since the heavens and even the highest heavens cannot contain him? And who am I that I should build him a house, unless it be to offer incense in his presence? Now send me men skilled at work in gold, silver, bronze, and iron, in purple, crimson, and violet fabrics, and who know how to do engraved work, to join the craftsmen who are with me in Judah and Jerusalem, whom my father David appointed. Also send me boards of cedar, cypress, and cabinet wood from Lebanon, for I realize that your servants know how to cut the wood of the Lebanon. My servants will labor with yours in order to prepare for me a great quantity of wood, since the house I intend to build must be lofty and wonderful. I will furnish as food for your servants, the hewers who cut the wood, 20,000 cores of wheat, 20,000 cores of barley, 20,000 measures of wine, and 20,000 measures of oil." Huram, king of Tyre, wrote an answer, which he sent to Solomon: "Because the Lord loves his people, he has placed you over them as king." He added, "Blessed be the Lord, the God of Israel, who made heaven and earth, for having given King David a wise son of intelligence and understanding, who will build a house for the Lord, and also a house for his royal estate.
I am now sending you a craftsman of great skill, Huram-Abi, son of a Danite woman, and of a father from Tyre. He knows how to work with gold, silver, bronze, and iron, with stone and wood, with purple, violet, fine linen, and crimson, and also how to do all kinds of engraved work, and to devise every type of artistic work that may be given him, and your craftsmen, and the craftsmen of my lord David your father. And now let my lord send to his servants the wheat, barley, oil, and wine which he has promised. For our part, we will cut trees on Lebanon, as many as you need, and float them down to you at the port of Joppa, whence you may take them up to Jerusalem. Thereupon Solomon took a census of all the alien men who were in the land of Israel, following the census David his father had taken of them, who were found to number 153,600. Of these he made 70,000 carriers and 80,000 cutters in the mountains, and 3,600 overseers to keep the people working. Chapter 3. Then Solomon began to build the house of the Lord in Jerusalem on Mount Moriah, which had been pointed out to his father David on the spot which David had selected, the threshing floor of Ornan the Jebusite. He began to build in the 2nd month of the 4th year of his reign. These were the specifications laid down by Solomon for building the house of God. The length was 60 cubits according to the old measure, and the width was 20 cubits. The porch which lay before the nave along the width of the house was also 20 cubits, and it was 20 cubits high. He overlaid its interior with pure gold. The nave he overlaid with cypress wood, which he covered with fine gold, embossing on it palms and chains. He also decorated the building with precious stones. The house, its beams and thresholds, as well as its walls and its doors, he overlaid with gold, and he engraved cherubim upon the walls. The gold was from Parvaim. He also made the room of the Holy of Holies. Its length corresponded to the width of the house, 20 cubits, and its width was also 20 cubits. He overlaid it with fine gold to the amount of 600 talents. The weight of the nails was 50 gold shekels. The upper chambers he likewise covered with gold. For the room of the Holy of Holies he made 2 cherubim of carved workmanship, which were then overlaid with gold. The wings of the cherubim spanned 20 cubits, one wing of each cherub 5 cubits in length, extended to a wall of the building, while the other wing, also 5 cubits in length, touched the corresponding wing of the second cherub. The combined wingspread of the 2 cherubim was thus 20 cubits. They stood upon their own feet, facing toward the nave. He made the veil of violet, purple, crimson, and fine linen, and had cherubim embroidered upon it. In front of the building he set 2 columns 35 cubits high. The capital topping each was of 5 cubits. He worked out chains in the form of a collar, with which he encircled the capitals of the columns, and he made 100 pomegranates which he set on the chains. He set up the columns to correspond with the nave, one for the right side and the other for the left, and he called the one to the right Jachin, and the one to the left Boaz. Chapter 4. Then he made a bronze altar 20 cubits long, 20 cubits wide, and 10 cubits high. He also made the molten sea. It was perfectly round, 10 cubits in diameter, 5 in depth, and 30 in circumference. Below the rim a ring of figures of oxen encircled the sea, 10 to the cubit, all the way around. There were 2 rows of these cast in the same mold with the sea. It rested on 12 oxen, 3 facing north, 3 west, 3 south, and 3 east, with their haunches all toward the center. The sea rested on their backs. It was a handbreadth thick, and its brim was made like that of a cup, being lily-shaped. It had a capacity of 3,000 measures. Then he made 10 basins for washing, placing 5 of them to the right and 5 to the left. Here were cleansed the victims for the holocausts, but the sea was for the priests to wash in. He made the lampstands of gold, 10 of them as was prescribed, and placed them in the nave, 5 to the right and 5 to the left.
He made 10 tables, and had them set in the nave, 5 to the right and 5 to the left, and he made 100 golden bowls. He made the court of the priests and the great courtyard and the gates of the courtyard. The gates he overlaid with bronze. The sea was placed off to the southeast from the right side of the temple. Huram also made the pots, the shovels, and the bowls. Huram thus completed the work he had to do for King Solomon in the house of God: 2 columns, 2 nodes for the capitals topping these 2 columns, and 2 networks covering the nodes of the capitals topping the columns. Also 400 pomegranates for the 2 networks, with 2 rows of pomegranates to each network to cover the 2 nodes of the capitals topping the columns. He made the stands and the basins on the stands, 1 sea, and the 12 oxen under it. Likewise the pots, the shovels, and the forks. Huram-Abi made all these articles for King Solomon from polished bronze for the house of the Lord. The king had them cast in the Jordan region, in the clayey ground between Succoth and Zeredah. Solomon made all these vessels, so many in number that the weight of the bronze was not ascertained. Solomon had all these articles made for the house of God: the golden altar, the tables on which the showbread lay, the lampstands and their lamps of pure gold, which were to burn according to prescription before the sanctuary, flowers, lamps, and gold tongs. This was the purest gold, snuffers, bowls, cups, and firepans of pure gold. As for the entry to the house, its inner doors to the Holy of Holies, as well as the doors to the nave, were of gold. Chapter 5. When all the work undertaken by Solomon for the temple of the Lord had been completed, he brought in the dedicated offerings of his father David, putting the silver, the gold, and all the other articles in the treasuries of the house of God. At Solomon's order, the elders of Israel and all the leaders of the tribes, the princes of the Israelite ancestral houses, came to Jerusalem to bring up the ark of the Lord's covenant from the city of David, which is Zion. All the men of Israel assembled before the king during the festival of the 7th month. When all the elders of Israel had arrived, the Levites took up the ark, and they carried the ark and the meeting tent with all the sacred vessels that were in the tent. It was the Levitical priests who carried them. King Solomon and the entire community of Israel gathered about him before the ark, were sacrificing sheep and oxen, so numerous that they could not be counted or numbered. The priests brought the ark of the covenant of the Lord to its place beneath the wings of the cherubim in the sanctuary, the Holy of Holies of the temple. The cherubim had their wings spread out over the place of the ark, sheltering the ark and its poles from above. The poles were long enough so that their ends could be seen from that part of the holy place nearest the sanctuary. However, they could not be seen beyond. The ark has remained there to this day. There was nothing in it but the 2 tablets which Moses put there on Horeb, the tablets of the covenant which the Lord made with the Israelites at their departure from Egypt. When the priests came out of the holy place, all the priests who were present had purified themselves without reference to the rotation of their various classes. The Levites who were singers, all who belonged to Asaph, Heman, Jeduthun, and their sons and brothers, clothed in fine linen, with cymbals, harps, and lyres, stood east of the altar, and with them 120 priests blowing trumpets. When the trumpeters and singers were heard as a single voice praising and giving thanks to the Lord, and when they raised the sound of the trumpets, cymbals, and other musical instruments to give thanks to the Lord, for he is good, for his mercy endures forever, the building of the Lord's temple was filled with a cloud. The priests could not continue to minister because of the cloud, since the Lord's glory filled the house of God.